നിലവിൽ KSRTC ജീവനക്കാർ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ഡ്യൂട്ടി സറണ്ടറിങ് ഉൾപ്പെടെയുള്ളത് നിർത്തലാക്കി ഇവർക്ക് 120 ഡ്യൂട്ടി തികച്ചു വെച്ചിരിക്കുകയാണ്. ആ 120 ഡ്യൂട്ടി നിയമവിരുദ്ധമാണ്. അതാണ് കോർപ്പറേഷൻ ഇപ്പോൾ പെട്ടു നിൽക്കുന്നത്. അതാത് ഡിപ്പോ അധികാരികൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ നോമിനികളെ തീരുമാനിക്കാം. KSRTC ജീവനക്കാരുടെ ഹൃദയവികാരങ്ങളെ നേരത്തെ തന്നെ ഈ ഭരണകക്ഷി അനുകൂല യൂണിയനുകൾ തിരിച്ചറിയുന്നു. അതാണ് അവർ ഭയക്കുന്നത്. നമസ്കാരം. KSRTCയിൽ ട്രേഡ് യൂണിയനുകളുടെ തെരഞ്ഞെടുപ്പ് CITU അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി വെൽഫെയർ അസോസിയേഷൻ. ഇതിൻ്റെ ഭാരവാഹിയായ VV ഹരിദാസ് തന്നെ ഇതിനെക്കുറിച്ച് മറുനാടനോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഓക്കെ, ഈ നോമിനേഷൻ സമർപ്പിക്കാൻ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? നോമിനേഷൻ ഇന്നാണ്. നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഇന്നാണ്. ഇന്ന് തന്നെ ഈ നോമിനേഷൻ്റെ ഇത് നടക്കും. നാളെ ഈ നോമിനേഷൻ പിൻവലിക്കേണ്ട തീയതിയാണ്. അപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുവരെയായിട്ടും അന്തിമമായിട്ടുള്ള വോട്ടർ പട്ടിക കോർപ്പറേഷൻ തയ്യാറാക്കി നൽകിയിട്ടില്ല. ഈ വോട്ടർ പട്ടികയുടെ കാര്യത്തിലൊരു തർക്കം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ 120 ഡ്യൂട്ടിയുള്ള സ്ഥിരം ജീവനക്കാർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അസോസിയേഷൻ CITU ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 6 മാസമായിട്ട് നിയമിതരായിട്ടുള്ള ബദലി ജീവനക്കാർ, നേരത്തെ KSRTCയിൽ എംപാനലുകാരുണ്ട്, അവർക്ക് വോട്ടവകാശം ഉള്ളതാണ്. പക്ഷേ ബദലി ജീവനക്കാരായിട്ടൊരു 4500 പേര് ഉണ്ട് എന്നും അവർക്ക് ഈ വോട്ടവകാശം കൊടുക്കണമെന്നുമാണ്. എന്നാൽ ഈ ബദലി ജീവനക്കാരെ കോർപ്പറേഷൻ നിയമിക്കുമ്പോൾ തന്നെ കോടതിയിലും കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളതാണ് 100 ഡ്യൂട്ടിയിൽ കൂടുതലുള്ളവരില്ല എന്നാണ് പറയുന്നത്. ഇവരെ കൊണ്ട് 100 ഡ്യൂട്ടി കോർപ്പറേഷൻ ചെയ്യിച്ചിട്ടുണ്ട്. അത് വേറെ വാസം. അതിൻ്റെ കാര്യം ഈ CITU ഈ പറയുന്ന വോട്ടെടുപ്പിൽ ഇവർക്ക് കൂടി കൊടുക്കാനാണ്. സ്ഥിരം ജീവനക്കാരെ കൊണ്ട് വോട്ടെടുപ്പിച്ചാൽ ഈ പ്രാവശ്യം അംഗീകാരം ലഭ്യമാവില്ല എന്നുള്ള പേടി കൊണ്ടാണ് ഭരണകക്ഷി യൂണിയൻ ഇത്തരത്തിലെടുക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ച വരുന്നുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ 10 മണിക്കാണ് നോമിനേഷൻ കൊടുക്കാൻ പറഞ്ഞിരുന്നത്. ഞങ്ങൾ വന്നിട്ട് ഇതുവരെയായിട്ട് നോമിനേഷൻ സ്വീകരിച്ചിട്ടില്ല. നോമിനേഷന് അതിൻ്റെ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ പറയുന്നത് കോർപ്പറേഷനിൽ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് ഇതുവരെയായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലായത്? അത് ഇവിടുന്ന് ആദ്യം കോർപ്പറേഷൻ സമർപ്പിച്ച കരട് പട്ടികയിൽ ഈ പറയുന്ന ബദലി ജീവനക്കാരെ കോർപ്പറേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം കോർപ്പറേഷൻ നിയമപ്രകാരം അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അവർ കരാർ ജീവനക്കാർ. ഇപ്പോൾ KSEBയിലൊക്കെ സമാനമായ രീതിയിൽ കഴിഞ്ഞ ഈ ഇടയ്ക്ക് തന്നെയാണ് ഇലക്ഷൻ നടന്നത്. അപ്പം ഈ പറഞ്ഞ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് സ്ഥിരം ജീവനക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു, CITU ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ബദലി വിഭാഗം ജീവനക്കാരെ വേണമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് കോർപ്പറേഷനോട് രണ്ടാമത് ചോദിച്ചിട്ടും കോർപ്പറേഷൻ നൽകിയിട്ടില്ല. കോർപ്പറേഷൻ നിയമപരമായിട്ട് നൽകാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് നിലവിൽ കേസ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടന വെൽഫെയർ അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ. അതായത് ഇതിൻ്റെ പിന്നിൽ ഈ ഒരു ഇലക്ഷൻ അട്ടിമറിക്കാൻ CITU ശ്രമിക്കുന്നു എന്നാണ്? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അതായത് നിലവിൽ KSRTC ജീവനക്കാർ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ KSRTC ജീവനക്കാരുടെ നമുക്കറിയാം ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലത്തിലൂടെ ശമ്പള സമയത്തിനില്ല, മറ്റ് ആനുകൂല്യങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഈ പ്രത്യേകിച്ച് ജീവനക്കാർ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഈ സർക്കാരിനോടുള്ള വിരോധം കൊണ്ടും ഈ കോർപ്പറേഷൻ്റെ നടത്തിപ്പ് കൊണ്ടും ഒക്കെ ഉള്ള വിരോധം കൊണ്ട് ഈ അംഗീകൃത യൂണിയനെതിരെ ആഞ്ഞടിക്കാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് വളരെ വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ 6 മാസം കൊണ്ട് വന്ന ആളുകളെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിക്കാൻ നിർബന്ധിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് ഈ കോർപ്പറേഷനെ കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ വന്നിട്ട് ഇവർക്ക് ഡ്യൂട്ടി കൊടുക്കാൻ വേണ്ടി ഈ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരം ജീവനക്കാരുടെ ഈ ഡ്യൂട്ടി സറണ്ടറിങ് ഉൾപ്പെടെയുള്ളത് നിർത്തലാക്കി ഇവർക്ക് 120 ഡ്യൂട്ടി തികച്ചു വെച്ചിരിക്കുകയാണ്. ആ 120 ഡ്യൂട്ടി നിയമവിരുദ്ധമാണ്. അതാണ് കോർപ്പറേഷൻ ഇപ്പോൾ പെട്ടു നിൽക്കുന്നത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഇത് മുൻപേ കൂട്ടി കണ്ട ഈ റഫറണ്ടത്തിൽ ഈ സ്ഥിരം ജീവനക്കാരല്ലാത്ത ഇത്തരം ആളുകളെ ഇപ്പോൾ KSRTCയിൽ നേരത്തെ കുറച്ച് എംപാനൽ ജീവനക്കാരുണ്ടായിരുന്നു. അവരിൽ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വോട്ടവകാശം കൊടുക്കുന്നതിനകത്ത് നമുക്ക് എതിരില്ല. പക്ഷേ ഈ ബദലി എന്ന് പറയുന്നത് അതാത് ഡിപ്പോ അധികാരികൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ നോമിനികളെ തീരുമാനിക്കാം. ഇപ്പോൾ എംപാനൽ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്നൊരു ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത ആളുകളാണ്. ഈ മറ്റേതെന്ന് പറയുന്നത് ഇവിടുത്തെ യൂണിയൻ നേതാക്കൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡിപ്പോ അധികാരികൾ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വോട്ട് കൊടുക്കുക, അവർക്ക് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കുന്നതാണ്. സ്ഥിരം ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാനേജ്മെൻറ്റുമായി ബാർഗെയിൻ ചെയ്യുക എന്ന ഏജൻസിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ റഫറണ്ടത്തിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ ആ ഉദ്ദേശം തന്നെ അട്ടിമറിക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. അതാണ് നമ്മളിതിനെ എതിർക്കുന്നത്. ഈ റഫറണ്ടത്തിൻ്റെ തുടക്കം മുതലേ അമിതമായ ആവേശവും തിടുക്കും. അതായത് ഈ കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. 2-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ റഫറണ്ടം 15-ാം തീയതി ഇപ്പോൾ ഇത് 15-ാം തീയതിൻ്റെ നോമിനേഷൻ. ഇപ്പോൾ ഈ തിരക്കേറി ഈ മാസം
അതായത് മുസ്ലിങ്ങളുടെ പുണ്യമാസമായിരുന്നു, അവരുടെ റംസാനായിരുന്നു, ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷു ആയിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട 3 ദിവസങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രചരണത്തിന് പോലും അവസരം നൽകാതെ 30-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളൊരു പിടിവാശി, അതായത് സാധാരണ ട്രേഡ് യൂണിയനുകളോട് ആലോചിച്ചായിരുന്നു ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്രാവശ്യം അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇത് വളരെ ബോധപൂർവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് KSRTC ജീവനക്കാരുടെ ഹൃദയവികാരങ്ങളെ നേരത്തെ തന്നെ ഈ ഭരണകക്ഷി അനുകൂല യൂണിയനുകൾ തിരിച്ചറിയുന്നു. അതാണ് അവർ ഭയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനെതിരായിട്ടാണ് വെൽഫെയർ അസോസിയേഷൻ നിലകൊള്ളുന്നത്.